ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശിന്റെയും ഇനി വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നമുക്ക് വിശേഷത്തിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ അഭി അറിഞ്ഞിരിക്കുകയാണ് നയനയും ആദർശവും സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞുവെന്ന്. മാത്രമല്ല, നമ്മുടെ നയന അഭിയുടെ കാരണക്കുറ്റിക്കിട്ട് നോക്കി ഒരെണ്ണം കൊടുത്തു. ഇത്രയും നാൾ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ ഒരു ദേഷ്യവും പകയും വൈരാഗ്യവും തൻ്റെ ചേച്ചീനെ ചതിച്ചു പോരാഞ്ഞിട്ട് ആദർശിനെയും നയനെയും പറ്റിച്ചുകൊണ്ട് ആൾക്കാരുടെ മുമ്പിൽ ഇവരെക്കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കുന്നു. ജുവലറിയിലും നാട്ടിലുമൊക്കെ നമ്മുടെ അഭി പരത്തുകയാണ് ആദർശാണ് ഈ ചന്തുമോൾ എന്ന് പറയുന്ന കൊച്ചിൻ്റെ അച്ഛനെന്ന്. അപ്പം ഇത് സഹിക്കാൻ വല്ലാതെയാണ് നമ്മുടെ ആദർശും നയനിയും കൂടെ അഭിയോട് പറഞ്ഞത്, ഇനി നീ കൂടുതൽ കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരം അറിയും. വേറൊന്നുമല്ല, നീ ഇനി ഇത് പറഞ്ഞു പരത്തി കഴിഞ്ഞാൽ സത്യങ്ങൾ മുഴുവൻ ഞങ്ങൾ നവ്യയുടെ മുമ്പിലും എല്ലാവരുടെയും മുമ്പിലും പറയും. ഇനിയിപ്പം നീ നിർത്തിക്കോ, ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ അമ്മയും നിന്റെ ഭാര്യയും ഒക്കെ അറിയാലോ. ദേ, എന്നെപ്പോലെയൊന്നും അല്ല എൻ്റെ ചേച്ചി. സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ അനന്തപുരി തറവാട്ടിൽ നിന്ന് പുറത്താക്കാൻ മുത്തച്ഛനോട് ആദ്യം ആവശ്യപ്പെടുന്നത് എൻ്റെ ചേച്ചി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ അഭി വല്ലാത്തൊരു അവസ്ഥയിലാണ് കേട്ടോ. ഇത്രയും നാളും ആദർശിൻ്റെയും നയനിയുടെയും മുമ്പിൽ 100 നാക്കായിരുന്നു. ആദർശിനോട് തന്നെ നേർക്കുനേർ നിന്ന് നീയല്ലേ ആ കൊച്ചിൻ്റെ അച്ഛൻ, എങ്കിലും ആദർശേട്ടാ ഇതെന്തിനു ചെയ്തു എന്നൊക്കെ ചോദിച്ചിരുന്ന അഭി ആദർശിൻ്റെയും നയനിയുടെയും മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന കുറച്ച് സീനുകളൊക്കെ നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഈ അഭിക്ക് ഈ ഒരു കള്ളത്തരം മാത്രമല്ലല്ലോ, ജ്വല്ലറിയിൽ പല തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. പല ജ്വല്ലറിയിൽ ബ്രാഞ്ച് ഏൽപ്പിച്ച ജ്വല്ലറിയിൽ മാത്രമല്ല, പല ജ്വല്ലറിയിലും പല തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. അതിനൊരു സ്വർണ്ണപ്പണിക്കാരൻ കൂട്ടുമുണ്ട്. അപ്പൊ ഇതിനിടയ്ക്ക് നമ്മുടെ നവ്യയും അഭിയും കൂടെ സംസാരിക്കുന്ന വേറൊരു സീനും കൂടെ കാണിക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, നവ്യക്ക് ഇപ്പോഴും നയനയോട് സ്നേഹം തന്നെയാണ്. തൻ്റെ അനിയത്തിയാണ് നയന. അങ്ങനെ തെറ്റൊന്നും ചെയ്യില്ല, നയന നല്ലതിന് വേണ്ടി മാത്രമേ ചെയ്യത്തുള്ളൂ. പിന്നെ തൻ്റെ ജീവിതം പോകാതിരിക്കാനും അച്ഛനും അമ്മയ്ക്കും സങ്കടം ഉണ്ടാകാനൊക്കെ ഇരിക്കാനാണ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ചന്തുമോളെ ഇങ്ങനെ എന്താ പറയുക അമ്മയായിട്ട് അംഗീകരിച്ച് മകളായിട്ട് ചന്തുമോളെ സ്വീകരിച്ചതൊക്കെ വേറൊന്നും കൊണ്ടുമല്ല, അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ് എന്നാണ് നമ്മുടെ നവ്യ ഓർത്തിരിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ലെന്ന് നവ്യക്ക് അറിയില്ലല്ലോ. അപ്പൊ നവ്യയുടെ മനസ്സിൽ നമ്മുടെ നയനോട് ദേഷ്യമൊന്നുമില്ല. പക്ഷെ നവ്യയുടെ മനസ്സിൽ നയനോട് ദേഷ്യം ഉണ്ടാക്കി എടുക്കുക എന്നതാണ് നമ്മുടെ അഭിയുടെയും ജലജയുടെയും ലക്ഷ്യം. അങ്ങനെ അതും ഇതുമൊക്കെ വെറുതെ പറയുകയാണ്. വേറൊന്നുമല്ല പറഞ്ഞുണ്ടാക്കുന്നത്. നിന്റെ ചേച്ചി വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് നല്ലൊരു സ്ഥാനം കിട്ടിയേനെ. നിന്റെ ചേച്ചി വിചാരിച്ചു കഴിയുമായിരുന്നെങ്കിൽ എനിക്ക് വേറൊരു ബ്രാഞ്ചും കൂടെ കിട്ടിയേനെ. അപ്പൊ നീ ഒന്ന് ഓർത്ത് നോക്കിയാൽ, നിന്റെ ചേച്ചിക്ക് നിന്നോട് കുശുമ്പുള്ളത് കൊണ്ടല്ലേ നിനക്ക് അതൊന്നും ചെയ്തു തരാത്തത്. അത് നീ എന്താ മനസ്സിലാക്കാത്തതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നവ്യ പറയുന്നുണ്ട്, ഹേയ് ചേച്ചി എന്നല്ലട്ടോ അനിയത്തി എന്നാട്ടോ പറയുന്നത്, ഒന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പം നവ്യ പറയുന്നുണ്ട്, ഹേയ് അങ്ങനെയൊന്നും അല്ല, എനിക്ക് നയനെക്കുറിച്ച് നന്നായിട്ട് അറിയാം. അവള് വീട്ടുകാർക്കും എനിക്കൊക്കെ വേണ്ടി കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പണ്ടു മുതലേ അവൾ അങ്ങനെ തന്നെയാണ്. അവൾക്ക് വേണ്ടി അവളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അവൾ വീട്ടിലാണെങ്കിലും എനിക്കും എൻ്റെ അമ്മയ്ക്കും അച്ഛനും എൻ്റെ അനിയത്തിക്കൊക്കെ വേണ്ടി തന്നെയാണ് അവൾ കഷ്ടപ്പെട്ടിട്ടുള്ളത്. പക്ഷെ തിരിച്ചായിരുന്നു വേണ്ടത്. ചേച്ചി എന്ന നിലയിൽ ഞാനല്ലായിരുന്നോ ആ കുടുംബം നോക്കേണ്ടത്? അന്നൊന്നും എനിക്ക് വലിയ പക്വതയൊന്നും ഇല്ലായിരുന്നു, അതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് അവളെ എനിക്ക് തള്ളി പറയാനൊന്നും പറ്റത്തൊന്നുമില്ല. അവളങ്ങനെ എന്താ പറയുക കരിവാരി തേക്കുകയോ അല്ലെങ്കിൽ എനിക്കൊന്നും കിട്ടരുതെന്ന് ആഗ്രഹിക്കുകയോ ചെയ്യുന്ന ഒരു കുശുമ്പ് പിടിച്ച മനസ്സല്ല അവളുടേത്. അഭി അത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞപ്പോൾ നിന്റെ തോന്നലാണ് നവ്യ ഇതൊക്കെ. ഇപ്പം അവരൊരു കുടുംബം, നമ്മളൊരു കുടുംബം. ആദർശും അതുപോലെ തന്നെ ചന്തുമോളും നയനയും ഒരു കുടുംബം. നമ്മുടെ അനന്തപത്മനാഭനും ഞാനും നീയും ഒരു കുടുംബം. ഈ കുടുംബങ്ങൾ തമ്മിൽ രണ്ടാകുമ്പോഴാണ് പ്രശ്നങ്ങൾ അവിടെ ആരംഭിക്കുന്നത്. അവിടെ കുശുമ്പും കുന്നായ്മയും ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഉണ്ടാകും. നിങ്ങൾ ഒരമ്മയുടെ വയറ്റിൽ പിറന്ന സഹോദരിമാരൊക്കെയാണ്. അത് നിങ്ങൾ ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം നിങ്ങൾ വീടൊക്കെ മാറി ഇപ്പം നിങ്ങൾ ഇവിടെ ഒരു വീട്ടിലാണെങ്കിലും നീ എൻ്റെ ഭർത്താവും നീ എൻ്റെ ഭാര്യയും ആദർശിന്റെ ഭാര്യയുമാണ് നയന. അപ്പൊ 2 കുടുംബമാണ്. അപ്പൊ അവർക്കിടയിൽ കുശുമ്പും കുന്നായ്മയൊന്നും ഉണ്ടാകാതിരിക്കത്തില്ല. അങ്ങനെ കുശുമ്പും കുന്നായ്മയും ഇല്ലായിരുന്നെങ്കിൽ 7 പണ്ടേ ഇപ്പം എനിക്കൊരു 2-3 ബ്രാഞ്ചൊക്കെ ഏൽപ്പിച്ചേനെ. അങ്ങനെയല്ലേ ചെയ്യത്തുള്ളായിരുന്നു. അപ്പൊ കുശുമ്പും കുന്നായ്മയും ഉണ്ട്, നമ്മുടെ വളർച്ച കാണാൻ ആഗ്രഹിക്കുന്നില്ല നിന്റെ ചേച്ചി, നീ ഒന്ന് ചിന്തിച്ചു നോക്ക് എന്നൊക്കെ ഇങ്ങനെ അഭി പറഞ്ഞിട്ടങ്ങ് പോവാ. അപ്പൊ നമ്മുടെ നവ്യ ചിന്തിക്കുകയാണ്, ഇനി ശരിയാണോ അഭി പറഞ്ഞത്? ഇപ്പൊ അഭി പറയുന്നതാണല്ലോ പുള്ളിക്കാരിക്ക് മൊത്തം വേദവാക്യം. അപ്പൊ അങ്ങോട്ട് മാറിപ്പോയിട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജേനെയാണ്. അപ്പം ജലജ ചോദിക്കുന്നുണ്ട്, അഭി നീ എങ്ങനെയാ അവളോട്
കുറ്റമൊക്കെ പറയുന്നുണ്ടോ? നീ അവളോട് എപ്പോഴും നയനയുടെ കുറ്റം പറയണം. മാത്രമല്ല രണ്ടിനെ തല്ലി പിരിച്ച് രണ്ടിനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു അവസ്ഥ എത്തിക്കണം. അതുകൊണ്ട് നീ നന്നായിട്ട് നിന്റെ ഭാര്യനെ കയറ്റണം. നീയാണല്ലോ അവളുടെ കൂടെ കിടക്കുന്നത്. നീ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് വിശ്വസിക്കും. നിന്നെ ഇപ്പം വിശ്വാസമാണല്ലോ. പിന്നെ നീ ഇപ്പം തട്ടിപ്പും വെട്ടിപ്പും പിന്നെ പെണ്ണുങ്ങളുടെ പുറകെ ഒന്നും പോകുന്നുമില്ല. നിന്നെ എനിക്ക് വിശ്വാസമാണ്. അല്ല, നിന്നെ എനിക്ക് വിശ്വസിക്കാമല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതെന്ത് വർത്താനം അമ്മ ഈ പറയുന്നത്? എന്നെ വിശ്വസിക്കാം. ഇനിയെങ്കിലും മോനെ നീ നല്ല രീതിയിൽ തന്നെ ആ ബ്രാഞ്ച് നോക്കണം കേട്ടോ. പഴയ രീതിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ശരിയാവത്തില്ല. പഴയ രീതി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? നിന്നെ വീണ്ടും കള്ളനാക്കും. അത് കഴിഞ്ഞ് ബ്രാഞ്ചിൽ നിന്ന് ഇറക്കി വിടും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനെന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ലാട്ടോ നമ്മുടെ അഭി. അങ്ങനെ അഭി പുറത്തേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അഭിക്ക് ഒരു കോള് വരുന്നത്. അഭിനെ വിളിക്കുന്നത് ആ സ്വർണ്ണപ്പണിക്കാരനാണ്. അങ്ങനെ സ്വർണ്ണപ്പണിക്കാരൻ വിളിച്ചിട്ട് പറയുകയാണ്, അത് പിന്നെ എൻ്റെ പൊന്നു സാറേ, ഞാനും എൻ്റെ കുട്ടികളും എൻ്റെ ഭാര്യയൊക്കെ ആയിട്ട് സമാധാനത്തോടു കൂടി ജീവിച്ചുകൊണ്ടിരുന്നതാ. ഇപ്പൊ സത്യം പറയാലോ, ഒരു കണ്ണടയ്ക്കാൻ കൂടി പറ്റുന്നില്ല. കാരണമുണ്ട്, കള്ളത്തരം ചെയ്തുകൊണ്ട് എനിക്ക് സത്യമായിട്ടും പേടിയാ സാറേ. സാറേ എന്താ സാറേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുവോ? പോലീസൊക്കെ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്നാ പറഞ്ഞത്. ഞാനെങ്ങാണോ അകത്ത് പോവോ സാറേ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും, താൻ എന്താടോ ഇത്ര പേടിക്കുന്നത്? താൻ പേടിക്കൊന്നും വേണ്ട. താൻ അകത്തൊന്നും പോകത്തില്ല. പോലീസുകാരെയൊക്കെ പൈസയൊക്കെ കൊടുത്ത് എൻ്റെ കസ്റ്റഡിയിൽ എടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അറിഞ്ഞല്ലോ. എൻ്റെ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഒരു ബ്രാഞ്ചും കൂടെ നോക്കി നടത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി എന്നെ സംശയിക്കാൻ പോകുന്നില്ല. എന്നെ സംശയിക്കാത്തടത്തോളം കാലം നിങ്ങളെ സംശയിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പം, സാറ് പൈസ തരാന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഇത്രയും ചെയ്തത്. എൻ്റെ ദാരിദ്ര്യമാണ് സാറ് മുതലെടുത്തത്. അപ്പോഴും ഞാൻ പറഞ്ഞതാ വേണ്ട വേണ്ട വേണ്ടാന്ന്. അപ്പൊ സാറ് പൈസ ഓഫർ ചെയ്തോണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്ന് നമ്മുടെ ആ ഒരു സ്വർണ്ണപ്പണിക്കാരൻ പറയാം. പക്ഷെ ഇതെല്ലാം മാറി നിന്ന് നമ്മുടെ മൂർത്തി കേൾക്കുകയാണ് കേട്ടോ. അപ്പൊ മൂർത്തി ആ വഴി പോയപ്പോഴാണ് ഇങ്ങനെ അഭി എന്തോ പരിങ്ങി കളിക്കുന്നത് കണ്ടതും മൂർത്തി ആ സൈഡിൽ അങ്ങ് നിന്നു. സൈഡിൽ നിന്നിട്ട് ഇതെല്ലാം അങ്ങ് കേൾക്കാണ്. അപ്പൊ ഇവിടെ നിന്ന് നമ്മുടെ അഭി പറയുന്നുണ്ട്, താൻ പേടിക്കണ്ടടോ, തനിക്കുള്ളതെല്ലാം ഞാൻ തന്നില്ലേ, ഇനിയും വേണമെങ്കിൽ തനിക്ക് തരാം, താൻ പേടിക്കാതിരിക്കുക, പോലീസ് ഒന്നും അറിയാൻ പോകുന്നില്ല. കുറച്ച് സ്വർണം കടത്തി എന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ എന്താ പ്രശ്നം? അതും എന്റെയും കൂടെ അല്ലേ ജ്വല്ലറി. അപ്പൊ അത് വലിയ തെറ്റൊന്നും അല്ലടോ എന്ന് പറയാം. അപ്പോഴേക്കും മുത്തശ്ശൻ, ആഹാ അമ്പട കള്ള, അപ്പൊ നീ ആണല്ലേ ആ സ്വർണം കടത്തിയത് മുഴുവനും. എന്നിട്ടും നീ ഇപ്പം വിലസി നടക്കുകയാണല്ലേടാ. എടാ നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടാ. നിന്റെ ഇതോടുകൂടി നിന്റെ കള്ളത്തരം ഇനി ഞാൻ നിർത്തിക്കൂടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ ഇതൊക്കെ കേട്ടിട്ട് അങ്ങ് പോയി. ഇത് കേട്ടിട്ട് മുത്തശ്ശൻ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്, ഇതിന് ഇനിയിപ്പോൾ എന്താ ഒരു വഴി എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊന്നും വേണ്ട, നമ്മുടെ നന്ദുവിനെ അങ്ങ് വിളിച്ചേക്കാം. അപ്പം നന്ദുവിനോട് ഇതൊക്കെ പറഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് അന്വേഷിക്കാൻ പറയാം. അപ്പം എന്നിട്ട് നന്ദുവിനെ വിളിക്കണം. അപ്പം നന്ദു ഫോൺ എടുത്തോട്ടോ, മുത്തച്ഛനാണല്ലോ, എന്താ മുത്തച്ഛാന്ന് പറഞ്ഞ് ഫോൺ എടുത്തു. ഫോൺ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മൂർത്തി പറഞ്ഞു, അത് പിന്നെ മോളെ, ഞാൻ വിളിച്ചത് ഒരു കേസിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞങ്ങള് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു കേസ് തന്നിട്ടുണ്ടായിരുന്നു. ആ കേസ് പ്രകാരമാണ് ഞാൻ വിളിക്കുന്നത്. വേറൊന്നുമല്ല, ജ്വല്ലറിയിൽ നിന്ന് ഇങ്ങനെ കുറെ സ്വർണ്ണമൊക്കെ ഇങ്ങനെ മോഷണം പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് കാര്യമായിട്ടൊന്ന് അന്വേഷിക്കണം. ഒരു പെറ്റീഷൻ ചെയ്തതാണ്, അപ്പോൾ ഒന്നും കൂടെ റീപെറ്റീഷൻ വേണേ തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ആണോ, അല്ല ആരെങ്കിലും സംശയമുണ്ടോ മുത്തച്ഛൻ എന്ന് ചോദിക്കുമ്പോൾ, സംശയമല്ല, ആരാ ഇതിന്റെ പിന്നിലെന്ന് എനിക്കറിയാം, അഭി തന്നെയാണ്. അഭി ഫോണിൽ കൂടെ പറയുന്നതെല്ലാം ഞാൻ കേട്ടു. അവൻ ഒറ്റ ഒരുത്തരാണ് ഇതിനൊക്കെ കാരണം, നിന്റെ ചേച്ചിയുടെ ഭർത്താവ്. ആണോ, അഭിയേട്ടനോ? ആ അതെ, അവൻ തന്നെ. എങ്കിൽ പിന്നെ ഞാൻ വെച്ച് താമസിപ്പിക്കുന്നില്ല, ഇപ്പൊ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരാം അറസ്റ്റ് ചെയ്യാനെന്ന് പറഞ്ഞപ്പോൾ, നീ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് അറസ്റ്റ് ഒന്നും ചെയ്യണ്ട, നീ കേസ് അന്വേഷിച്ച് അവനെ പൂട്ടണം, അവനെ ലോക്ക് ചെയ്യണം. ഇപ്പൊ ഞാൻ ഇത് കേട്ടു എന്നൊരു തെളിവ് മാത്രമല്ലേ ഉള്ളൂ. അതല്ല മോളെ വേണ്ടത്, തെളിവ് സഹിതം നീ അത് അന്വേഷിച്ച് അവനെ പൂട്ടുക ചെയ്യേണ്ടത് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ വസുന്ധര വന്നു. വസുന്ധര ഇപ്പം ഇത് കേട്ടോണ്ടിരിക്കുകയാണ്, അവനെ പൂട്ടണം, അവനെ ജയിലിൽ അടയ്ക്കണം, അഭീനെ ജയിലിൽ അടയ്ക്കണം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കും. മുത്തശ്ശൻ വന്നിട്ട് എന്താ പറ്റിയത്, ഇദ്ദേഹം എന്താ പറഞ്ഞത്, ഇദ്ദേഹം ആരോട് സംസാരിച്ചത്, അല്ല അവനെ പൂട്ടണം, അഭിയെ പൂട്ടണം എന്നൊക്കെ പറഞ്ഞത് എന്തു പറ്റി? സത്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞോ? നവ്യ അറിഞ്ഞോ? നന്ദു അറിഞ്ഞോ? അത് പിന്നെ അഭിയുടെ സത്യങ്ങളൊക്കെ അറിഞ്ഞു. പക്ഷേ വസുന്ധരെ, നീ ഉദ്ദേശിച്ച സത്യങ്ങളൊന്നും അല്ല. നീ ഉദ്ദേശിച്ചത് ചന്തുമോള് അഭിയുടെ കുഞ്ഞാണെന്നുള്ള സത്യമല്ലേ? ആ സത്യമല്ല, അതിനേക്കാളും വലിയൊരു തെറ്റും കൂടെ അവൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിന്റെ കൂടെ. തെറ്റെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ, അവൻ ചെയ്യുന്നത് മൊത്തം തെറ്റല്ലല്ലോ അവന്റെ ഭാര്യയ്ക്ക്, അവൻ ചെയ്യുന്നതെല്ലാം ശരിയാണല്ലോ അവന്റെ ഭാര്യയ്ക്കും അമ്മയ്ക്കും. ഇതും കൂടെ വിട്ടുകൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല. അവനെ അവസാനത്തെ വാർണിംഗ് കൊടുത്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വിട്ടത്. ഇപ്പം വീണ്ടും നവ്യ കെഞ്ചി കാല് പിടിച്ചിട്ടല്ലേ അവന് ജ്വല്ലറിയിൽ കയറ്റിയത്. ഇവിടെയും അവൻ എന്തൊക്കെ തിരിമറി നടത്തില്ലെന്ന് ആര് കണ്ടു? അതുമാത്രമല്ല,
അവനാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ അവിടെ സിറ്റി ടൗണിലുള്ള അവിടുത്തെ ജ്വല്ലറിയുടെ സ്വർണം കടത്തിയത്. അന്ന് കുറെ സ്വർണം കാണാതെ പോവുകയും കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്തല്ലോ. അത് കടത്തിയത് ഇവരും ആ ജ്വല്ലറിയിലെ സ്വർണ്ണ പണിക്കാരനും കൂടെ ചേർന്നാണ്. എന്താ ഞാൻ ഈ കേൾക്കുന്നതൊക്കെ സത്യമാണോ? അല്ല, ഇതെങ്ങനെയാ അദ്ദേഹം അറിഞ്ഞത്? അത് പിന്നെ ഞാൻ അറിഞ്ഞത് വേറൊന്നുമല്ല, വേറൊരു വഴിയുമല്ല. ഞാൻ എൻ്റെ ചെവിയും കൊണ്ട് കേട്ടതാ, കണ്ണും കൊണ്ട് കണ്ടതാ. അബി ഫോൺ വിളിച്ച് ആ സ്വർണ്ണ പണിക്കാരനുമായിട്ട് സംസാരിക്കുന്നത് നിർത്തി, ഇതോടുകൂടി നിർത്തി. അവൻ ഇനി ബ്രാഞ്ചിലും പോകണ്ട, എവിടെയും പോകണ്ട. അവൻ ഈ വീടിൻ്റെ അകത്ത് പോലും ഇനി താമസിക്കണ്ട. അവനെ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കട്ടെ. ഇവിടെ ഉള്ളിടത്തോളം കാലം അവന് മറ്റുള്ളവരെ വേദനിപ്പിക്കാനും കൊല്ലാനും പിടിച്ചു പറിക്കാനും മാത്രമേ അറിയത്തുള്ളൂ. അവന് നല്ലൊരു മനസ്സില്ല. അത് അവൻ്റെ അമ്മ പഠിപ്പിച്ചു കൊടുക്കേണ്ടതായിരുന്നു. ആ കാലത്ത് അമ്മ പഠിപ്പിക്കാനും നിന്നില്ല. അവന് എങ്ങനെയാണോ ജലജ അതിൻ്റെ 100 ഇരട്ടിയായിട്ട് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തെ ബാധിക്കുന്ന കാര്യം തന്നെ ആയതുകൊണ്ട് നിർത്തുക. ഇന്നുകൊണ്ട് അവൻ്റെ എല്ലാ അഭ്യാസങ്ങളും നിർത്തുക. ഇനി ചന്തുമോളുടെ കുഞ്ഞ് അവനാണെന്നുള്ള സത്യം വിളിച്ചു പറയുകയാണെങ്കിൽ വിളിച്ചു പറയാം. എന്തിനാ ഇതുപോലൊരു ഭാര്യ നവ്യക്ക്? നവ്യ ഇവിടെ നിൽക്കട്ടെ, നവ്യ അനന്തപത്മനാഭനും ഇവിടെ നിൽക്കും. നമുക്ക് അഭിനയും ജലജയും പുറത്താക്കാം എന്നൊക്കെ ഇങ്ങനെ തീരുമാനം എടുക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇതൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടൊക്കെ ഒരു വിശേഷം വരാനിരിപ്പുണ്ട്. അപ്പോൾ ഇതൊരു 3-4-5 എപ്പിസോഡാട്ടോ ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 3-4-5 ഒരാഴ്ച ഫുൾ ഓടാനുള്ള ഒരു എപ്പിസോഡാണ് ഞാൻ ചുരുക്കത്തിൽ ഒരു 13 മിനിറ്റ് 12 മിനിറ്റ് നേരത്തിൽ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും ഈ സ്നേഹവും സപ്പോർട്ടും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ കൂടെ ഒരു ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ മാത്രമല്ല, വേറെ നമുക്ക് എക്സ്ട്രാ 2 ചാനലും കൂടി ഉണ്ട്. ഒരെണ്ണം മെയിൻ ചാനലാണ്. അതിലാണ് നമ്മൾ നയനയുടെയും ആദർശിൻ്റെയും ഫുൾ വിശേഷം ഇടുന്നത്. രേവതിയുടെയും സച്ചിയുടെയും ഫുൾ വിശേഷം ഇടുന്നുണ്ട് അതിൽ. അതുപോലെ തന്നെ നമ്മൾ അതിൽ ചെറിയൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. ഷോർട്ട് വീഡിയോസിൽ മാത്രമാണ്. നമ്മൾ ക്ലോത്തിങ്ങിൻ്റെ ബിസിനസ്സാണ്, ചെറിയൊരു ക്ലോത്തിങ് ബ്രാൻഡാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഓണത്തിനൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെയും അതുപോലെ നിങ്ങൾക്കൊക്കെ സെലിബ്രേഷനിലൊക്കെ പങ്കെടുക്കണമെങ്കിലും അല്ലെങ്കിൽ തന്നെ ഓണക്കോടി ഇല്ലാതെ എന്ത് ഓണം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ക്ലോത്തിങ്സ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സാരിയുണ്ട്, കുർത്തീസ് ഉണ്ട്, അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള പട്ടുപാവാടയും ബ്ലൗസും ഉണ്ട്, ധാവണി നമുക്കുള്ള ധാവണി ഉണ്ട്, പിന്നെ നമ്മുടെ ആൺകുട്ടികൾക്കുള്ള ഷർട്ടുകൾ, മുണ്ട്, കസവ് മുണ്ട്, അതുപോലെ തന്നെ കസവ് മുണ്ടിൽ പല പല ഡിസൈൻ പ്രിന്റുകൾ വരുന്ന മുണ്ടുകളുണ്ട്. അതുപോലെ തന്നെ ഷർട്ടുകളും പല പ്രിന്റുകൾ വരുന്നതുണ്ട്. അപ്പോൾ ഓണത്തിനോടനുബന്ധിച്ചുള്ള കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട്. ഞാൻ വരുന്നത് ഇടുന്നുമുണ്ട്, പിന്നെ കുറേ തീർന്നു പോകുന്നുണ്ട്. അതൊക്കെ റീസ്റ്റോക്കും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് പോയി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ആ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പം വാട്സപ്പ് ചെയ്താൽ മതി, നിങ്ങൾ വിളിക്കരുത്. നമ്മളിത് വാട്സപ്പ് ചെയ്താൽ മതി. അവൈലബിൾ ആണെങ്കിൽ നമ്മൾ പറയുന്നതായിരിക്കും. പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ആണുള്ളത്. നമുക്കിപ്പം അല്ലാതെ ക്യാഷ് ഓൺ ഡെലിവറി അല്ല, GPay ആണുള്ളത്. നമുക്കിപ്പം ക്യാഷ് ഓൺ ഡെലിവറിക്ക് ഉള്ള ആ ഒരു സമ്പ്രദായമൊന്നും ആയിട്ടില്ല കേട്ടോ, ആ ഒരു സംവിധാനമൊന്നും ആയിട്ടില്ല. അപ്പം ഏതായാലും എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ അടുത്ത വിശേഷവുമായിട്ട് കാണാമേ. അലീനയുടെ വിശേഷമാണ് കേട്ടോ ഇനി നമ്മൾ വൈകിട്ട് ഇടാൻ പോകുന്നത്. 7:30 ആകുമ്പോൾ അലീനയുടെ വിശേഷമായിട്ട് ഞാൻ വരും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോണേ.